എൻ്റെ പേര് മേരി ജോഫി, മോള് ഡോക്ടർ ജാസ്മിൻ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഫസ്റ്റ് ഉടമ്പടി എടുത്തത് 2018 9 തന്നെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോനും മാതാവിനും ഒരു 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. മോള് BTS ചേർന്നപ്പോൾ ഫസ്റ്റ് ഇയർ കുഴപ്പമുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇയർ ഭയങ്കര ടാർഗറ്റിംഗ് ആയിരുന്നു. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ, സ്റ്റാഫിൻ്റെ ഭയങ്കര സപ്പോർട്ടും കോപ്പറേഷനും വേണം. നമുക്ക് നല്ല മാർക്കും കുറേ അപ്രൂവൽസൊക്കെ കിട്ടാനുണ്ട് പ്രാക്ടിക്കൽസിൽ, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ്. അത് കിട്ടിയാലാണ് ഇവർക്ക് എക്സാമിന് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇയർ മോൾക്ക് തീരെ പ്രതീക്ഷിക്കാതെ ഒരു സ്റ്റാഫ് ഭയങ്കര അഗെയിൻസ്റ്റായി. അവൾ എത്ര എളിമപ്പെട്ടിട്ടും എത്ര കാല് പിടിച്ചിട്ടും അവളുടെ വർക്ക് അപ്രൂവ് ചെയ്യണില്ല. അപ്പോൾ അവൾ മോളെ എന്നെ വിളിച്ച് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ 2018 വന്ന് ഉടമ്പടി എടുത്തു പോയി. മോള് പറഞ്ഞു, മമ്മ എനിക്ക് പരീക്ഷ എഴുതാൻ ഭയങ്കര പേടി, അവരെന്നെ തോൽപ്പിക്കും. ആ ഒരു മൂവാണ് അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഞാനും ഹസ്ബൻഡും മാനേജ്മെൻറ്റും പോയി കണ്ടു. അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം മോളെ പരീക്ഷയ്ക്ക് അവൾ ഹാളിൽ പോയിട്ട് ഞാൻ പുറത്തിരുന്ന് കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കും, മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അടുത്തിരിക്കുന്നവർ ചോദിക്കും മോള് ICUവിലാണോ എന്ന്. അത്ര തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. എല്ലാ പരീക്ഷ എഴുതാൻ പോയിക്കാന്നാണ് പറഞ്ഞിരുന്നേ. ആ പരീക്ഷയുടെ റിസൾട്ട് ആൾക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടി. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവളെ ടാർഗറ്റ് ചെയ്ത സ്റ്റാഫ് ഇവളെക്കാളും മുമ്പ് തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇവളുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്. അവരും ആകെ ഷോക്കായി. ഇവളെ ഉപദ്രവിച്ചിരുന്ന ആ സ്റ്റാഫ് എന്തോ കാരണം കൊണ്ട് കോളേജിൽ നിന്ന് പോവുകയും ചെയ്തു. ഭയങ്കര അത്ഭുതമായിട്ട് ഞങ്ങൾക്കത് തോന്നിയത്. പിന്നീട് ഞങ്ങളൊരു 10 ഇയേഴ്സായിട്ട് ഒരു ലാൻഡ് സെയിലായും വെച്ചിരുന്നു. അത് ഒരു അനക്കം ഉണ്ടായില്ല. ഉടമ്പടി വെച്ച് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെയാണ് 2019-20 കോവിഡും പ്രളയമൊക്കെ വന്ന് പിന്നെ ഓൺലൈനിലായിരുന്നു ലൈറ്റ് കാൻഡിൽ പ്രയറൊക്കെ എടുത്തിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഇവിടെ വരാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ആ ലാൻഡും ഞങ്ങൾക്ക് അത്ഭുതമായി ഒരു തരക്കേടിയിലത്തെ വിലയിൽ വിറ്റുപോയി. അവിടെ നെയ്ബറിങ് സ്ഥലങ്ങളൊന്നും വിറ്റുപോയിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ശരിക്കും ഒരു മിറാക്കുലസ് ഇൻ്റർവെൻഷനായിരുന്നു കൃപാസന മാതാവിൻ്റെയും ഈശോൻ്റെയും. അത് കഴിഞ്ഞ് പിന്നെ മോള് ഈ ലാസ്റ്റ് ഇയർ 2023 ഒക്ടോബറിലും MDS PG നീറ്റ് എൻട്രൻസ് കിട്ടി കയറി. അത് കഴിഞ്ഞ് അവൾക്ക് ഈ ലാസ്റ്റ് മന്തായിരുന്നു അവളുടെ MDS യൂണിവേഴ്സിറ്റി എക്സാം. ആ സമയത്ത് അവൾക്കൊരു ഭയങ്കര വൈറൽ ഫീവർ വന്നു. ജസ്റ്റ് 3 വീക്സ് മുന്നേ എക്സാമിൻ്റെ മുന്നേ ആയിട്ട്. അപ്പോൾ നല്ലോണം പഠിക്കാനുണ്ട്. ഇവള് പറഞ്ഞു, മാമ ഞാൻ എങ്ങനെയാണ് പഠിക്കുക? അപ്പോൾ മാംഗ്ലൂരാണ് പഠിക്കണേ. അപ്പോൾ ഞാൻ പോയി ഒരു ആഴ്ച ഹോസ്പിറ്റലായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നു. ഭയങ്കര ക്ഷീണമായി. ഹോസ്റ്റലിലേക്ക് വിടണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ ഒറ്റ ആഴ്ചയുള്ളൂ പഠിക്കാൻ. അപ്പോൾ അവൾ തിരിച്ചു പോയി. അവൾക്ക് ഭയങ്കര ക്ഷീണം, കുറച്ച് വായിക്കും കിടക്കും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അവൾക്ക് ഒരു കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നത്. അവൾ പറഞ്ഞു, മാമ ജസ്റ്റ് പാസ്സാവണ പോലെ ഞാൻ എഴുതിയിട്ടുള്ളത്. അവൾ ആക്ച്വലി ഡിപ്പാർട്ട്മെൻറ്റിലാകെ 3 പേരുള്ളൂ PGക്ക്. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. പക്ഷേ മോളുടെ പ്രസൻറ്റേഷൻ, സെമിനാർ, ഡിസ്കഷൻസൊക്കെ അവൾക്ക് നല്ല പെർഫോമൻസാണ്. അപ്പോൾ സ്റ്റാഫ് ഇവളെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വെയ്യാണ്ടായതുകൊണ്ട് അവൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അവൾ വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു, മോളെ മാമ 2ാമത് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക, എന്നെ മാതാവിൻ്റെ പ്രതിഷ്ഠൻ്റെ ഒരു ടെസ്റ്റിമണി ആക്കി മാറ്റണം. അപ്പോൾ അവൾ ആരാധനയിൽ വേണ്ടി പ്രാർത്ഥിക്കും. അവൾ ഓൺലൈനിൽ കവനൻ്റ് എടുത്തു. ഞാൻ ഇവിടെയും ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ബാക്കി മോള് പറയും. Dr. Jasmine, അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ലൈക്ക് ഹൗ മമ്മ സെഡ്, എനിക്ക് ഐ വാസ് വെരി ടെൻസ്ഡ് ബിക്കോസ് പാസ്സാവുന്ന രീതിയിലാണ് ഐ ഹാഡ് റിട്ടൺ മൈ പേപ്പർ ഒബ്വിയസ്ലി. ബട്ട് ലൈക്ക് എല്ലാ ദിവസവും ഐ അറ്റൻഡഡ് ഹോളി മാസ്, അഡോറേഷൻ എല്ലാം. ഞാൻ ഈവൻ രാത്രി വൈകുന്നേരത്തെ പ്രയൊക്കെ മുടങ്ങാണ്ട് എത്തിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു, എന്തായാലും കൃപാസന മാതാവ് ഷീ വിൽ ഡു സംതിങ് ഫോർ ഷുവർ എന്ന്. എന്നിട്ട് തലേദിവസം രാത്രി എക്സാമിൻ്റെ ആയിക്കോട്ടെ മൈഗ്രെയിൻ. എന്നിട്ട് മൈഗ്രെയിൻ വന്നിട്ട് എനിക്ക് ആദ്യമായിട്ട് മൈഗ്രെയിൻ വരുന്നത്, ഇതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല. അപ്പോൾ ഐ വാസ് ഡൗൺ, എനിക്ക് പഠിക്കാനും പറ്റിയില്ല. അന്ന് ഉച്ചയ്ക്കാണ് എക്സാം 2 o'clock. കാലത്ത് ഐ സംഹൗ മേഡ് ടു ചർച്ച്. ഞാൻ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് വന്ന് എക്സാം എഴുതി. എക്സാം എങ്ങനെയോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എഴുതി തീർത്തത്, കറക്റ്റ്ലി ഓൺ ടൈം. അത് കഴിഞ്ഞ് റിസൾട്ട് ജസ്റ്റ് ഹാർഡ്ലി 1 week ബാക്കാണ് വന്നത്. ആൻഡ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാനായിരുന്നു ടോപ്പർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഐ സ്കോർ ദ 3rd highest ആൻഡ് സബ്ജക്റ്റിൽ ഐ വാസ് എ ടോപ്പർ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ
നന്ദിയും എവറിത്തിങ് ടു കൃപാസന മാതാവ്. താങ്ക് യു സോ മച്ച്. ഇന്ന് മോള് വന്ന് ഉടമ്പടി എടുത്തു. അവൾ ലീവ് എടുത്ത് വന്നു. കാരണം അവൾ പറഞ്ഞു, മമ്മ കൃപാസന മാതാവിന് ഇത്ര പവർ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന്. കാരണം അവളെ ഭയങ്കരമായിട്ട് കമ്പീറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വേറെ PG ഉണ്ടായിരുന്നു. അവൻ ഷോക്കായിപ്പോയി, അവനങ്ങനെ സ്റ്റക്കായിപ്പോയി റിസൾട്ട് വന്നപ്പോൾ. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ PG MDS ഇവൾക്ക് 3rd റാങ്കും കിട്ടി ഓവറോൾ. അപ്പോൾ അത് അൺഇമാജിനബിളാണ്. ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു, കൃപാസന മാതാവ് പോയി അവളുടെ പേപ്പർ കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ആ കറക്ഷൻ സമയത്ത് ഇവൾ പറഞ്ഞിരുന്നു, മാമ പേപ്പർ കറക്ഷന് പോയിട്ടുണ്ട്, റിസൾട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ആക്ട് ഓഫ് മേഴ്സി ആൻഡ് ചാരിറ്റി എന്ന് പറയുന്നത്, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഭയങ്കര കുറവ് ഫീസിന് ആൾക്കാർക്ക് കൗൺസിലിങ്ങും തെറാപ്പിയും കൊടുക്കും. പിന്നെ മാക്സിമം നമ്മൾ പൈസയായിട്ട് എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഓൾഡ് ഏജ് ഹോം പോയിരുന്നു, അമ്മമാരെ വിസിറ്റ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ മോള് ചെറിയ ചാരിറ്റിയും ചെയ്തു. വചനപ്രഘോഷം എന്ന് പറയുന്നത് ഓൺലൈനിലും പിന്നെ പത്രവും വിതരണം ചെയ്തിരുന്നു. പിന്നെ ഓൺലൈനിലും ഞങ്ങൾ സ്റ്റേറ്റസും ഒക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്തിരുന്നു. ഞാനൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് പാവപ്പെട്ട പേഷ്യൻസ് വരുമ്പോൾ അവരുടെ എക്സ്റേ സ്പോൺസർ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് ടൈം കൊടുത്ത് ഓൾസോ വേർഡ് ഓഫ് ഗോഡും സ്പ്രെഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ ചെറിയ പ്രവൃത്തികൾ ചെയ്തിരുന്നു. താങ്ക് യു. കൃപാസന മാതാവിനും ഈശോനും 1000 നന്ദി സ്തുതി പറഞ്ഞ് ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ